പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരം SBI ബാങ്ക് ആക്രമിച്ച സംഭവത്തിൽ 5 പേരെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞു. സർക്കാർ ജീവനക്കാരായ ശ്രീവത്സൻ, അനിൽ, ബിജുരാജ്, ബിജുകുമാർ, അജയകുമാർ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഇടത് സംഘടനാ പ്രവർത്തകരാണ് ഇവർ. വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തൊക്കെയാണ് ഈ തിരിച്ചറിഞ്ഞ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? 5 പേർ ഇവരും NGO യൂണിയൻ പ്രവർത്തകരാണോ അതോ ഇടത് ആഭിമുഖ്യമുള്ളവരാണോ? എന്താണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്? ശരത്ത്, SBI ശാഖ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 പേരെ കൂടിയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ശ്രീവത്സൻ, അദ്ദേഹം ട്രഷറി ഡയറക്ടറിലെ ജീവനക്കാരനാണ്. അനിൽകുമാർ PSCയിലെ ഉദ്യോഗസ്ഥനാണ്. ബിജുരാജ് ഹെൽത്തിലെ ജീവനക്കാരനാണ്. പിന്നെ 2 പേരുള്ളത് ബിജുകുമാർ, അജയകുമാർ എന്നീ 2 ആൾക്കാരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നതെന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. ഏതായാലും ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പേരും ഇടത് സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരെന്ന വിവരമാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായിരുന്നു. ഹരിലാൽ, അശോക് എന്നിവരാണ് അറസ്റ്റിലായത്. ഹരിലാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെയും അശോക് ട്രഷറി ഡയറക്ടറേറ്റിലെയും ജീവനക്കാരനാണ്. 2 പേരും NGO യൂണിയന്റെ നേതാക്കളാണ്, ജില്ലാ നേതാക്കളാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ആക്രമണം നടത്തിയ മുഴുവൻ പേരെയും പിടികൂടുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, വിനോദാണ്. ഇന്നലെ 2 ആളുകൾ നേരത്തെ തന്നെ NGO യൂണിയന്റെ തിരുവനന്തപുരം ജില്ലാ നേതാക്കളടക്കം 2 പേർ പിടിയിലായ സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ 5 പേരെ കൂടി തിരുവനന്തപുരത്തെ പണിമുടക്ക് ദിനത്തിലെ ദേശീയ പണിമുടക്കിന്റെ മറവിലെ അക്രമത്തിൽ സമനില തെറ്റിയ പ്രവർത്തനത്തിൽ SBI ശാഖ അടിച്ചു തകർത്ത കേസിലാണ് 5 പേരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇടത് സംഘടനാ പ്രവർത്തകരാണ് എന്ന നിലയിലാണ് പോലീസിന്റെ വിലയിരുത്തൽ. മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ബാങ്ക് മാനേജർ അടക്കം വ്യക്തമായ വിവരങ്ങൾ അക്രമി സംഘത്തെക്കുറിച്ച് നൽകിയിരുന്നു. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്.